പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർക്ക് പല വ്യക്തികളിൽ നിന്നും ചതിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ചതിച്ച വ്യക്തികൾ ഇവരെ ഒരു സന്തോഷ വാർത്തയുമായിട്ട് ഇനി ജീവിതത്തിൽ തേടി വരികയാണ്. ശത്രുക്കളുടെ എണ്ണം കുറയുകയും ജീവിതത്തിൽ ശത്രുക്കൾ മൂലം സംഭവിച്ച പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ജീവിത മുന്നേറ്റം നടത്താൻ പോകുന്ന നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ലഗ്നത്തിൽ ആദിത്യൻ, ബുധൻ, രാഹു, 2-ൽ ശുക്രൻ, 3-ൽ കുജൻ, 7-ൽ കേതു, 11-ൽ ശനി, 12-ൽ വ്യാഴം. ഇതാണ് ഗ്രഹസ്ഥിതി. ഇതുകൊണ്ട് തന്നെ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം കുറയുകയും മുൻപ് ചതിച്ചവർ ഇവരെ തേടിയെത്താനും ഉള്ള സാധ്യതകൾ നിലവിൽ കൂടുതലാണ്. ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് പുത്തൻ വഴിത്തിരിവുകൾ ലഭിക്കുന്ന സമയം കൂടിയാണ്. ചിലവുകളും കുറഞ്ഞിരിക്കും. ഓരോ കാര്യങ്ങൾക്കും ഉള്ള യാത്രകൾ വളരെ ശുഭ പര്യവസാനം ഉണ്ടാകും. ശരീരക്ലേശങ്ങൾ ഈ കാലഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂല നടപടികൾ പ്രതീക്ഷിക്കാം. സർക്കാർ ഉദ്യോഗത്തിനായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതിൻ്റെ ആദ്യ ചലനങ്ങൾ വരുന്ന മാസം ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ശത്രുക്കളുടെ ശക്തി കുറയുകയും ചെയ്യും. സഹോദരങ്ങൾക്ക് നല്ല കാലമാണെങ്കിലും അവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ കോട്ടം തട്ടാതെ ശ്രദ്ധിക്കണം. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ മാറിത്തുടങ്ങും. നല്ല വാക്കുകൾ കൊണ്ട് കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ചില സമയത്ത് വാക്കുദോഷം മൂലമുള്ള കലഹങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി കുടുംബസമേതം പങ്കെടുക്കാൻ അവസരം ലഭിക്കും. വിദ്യാർത്ഥികൾക്കും വരുന്ന പരീക്ഷകളിൽ ഉന്നത വിജയം ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാം. ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. ആദരവും അംഗീകാരവും പൊതുസ്ഥലങ്ങളിൽ ലഭിക്കും. വ്യവഹാരങ്ങൾ വിജയത്തിലേക്ക് വരും. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ഇവർ ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന പുഷ്പാഞ്ജലിയും കദളിപ്പഴ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറിൽ പിറന്ന മകയിരം 1-2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ലഗ്നത്തിൽ ശുക്രൻ, 2-ൽ കുജൻ, 6-ൽ കേതു, 10-ൽ ശനി, 11-ൽ വ്യാഴം, 12-ൽ ആദിത്യൻ, ബുധൻ, രാഹു. ഇതാണ് ഗ്രഹനില. ഇവർ മുൻപ് ചെയ്തിട്ടുള്ളതും ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാ നല്ല കർമ്മങ്ങൾക്കും അതിൻ്റേതായ ഫലം ലഭിക്കും. വാക്കുദോഷം മൂലം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹൃദയബന്ധിയായ രോഗങ്ങൾക്കുള്ള ചികിത്സകൾ ഭാഗ്യം കൊണ്ട് മാറിപ്പോകും. മൂത്രാശയബന്ധിയായ രോഗങ്ങൾ ഫലം നല്ലത് ഇനി ചികിത്സ വഴി ഇവർക്ക് ലഭിക്കും. ആഗ്രഹങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും സാധിക്കും. അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാൻ ഇടയുണ്ട്. ഓഹരി വിപണിയിൽ ഉള്ളവർക്ക് നല്ല കാലമാണ്. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് ആദരവ് ലഭിക്കും. തൊഴിൽ ബന്ധിയായി തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും. പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ തുടങ്ങാം. ചിലവുകൾ നിയന്ത്രണ വിധേയം ആയിരിക്കും. വിദ്യാഭ്യാസത്തിനുള്ള വായ്പകൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ലഭിക്കും. ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാതെ ശ്രദ്ധിക്കണം. ഭൂമി, വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടം നടത്താനും നല്ല സമയമാണ്. ഇവർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാരാജഗോപാല മന്ത്രപുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ
ത്രിപുരമന്ത്ര പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മകയിരം നക്ഷത്രത്തിൽ പിറന്നവർ 3, 4 പാദം ഇവർ മിഥുനം രാശിക്കാരാണ്. ഇവരെ കൂടി ഒന്ന് നോക്കാം. ചിലവുകൾ വളരെ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയായിരിക്കും. പലവിധ ഐശ്വര്യങ്ങൾ, സ്ഥാനമാനങ്ങൾ ഇവ ലഭിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും ജോലി തേടുന്നവർക്കും അനുകൂല കാര്യമാണ്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. അഗ്നി മൂലമുള്ള അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. കാര്യതടസ്സങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. ശരീരക്ഷീണം ഈ സമയത്ത് വളരെ കുറവായിരിക്കും. പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് ഇതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. നല്ല വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കുന്നവർ വിജയത്തിലെത്തും. സ്ഥിരം ജോലിയുള്ളവർക്ക് അതിൽ നിന്ന് നല്ല വരുമാനം ലഭിച്ചു തുടങ്ങും. പുതിയ വസ്ത്രങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും. ധർമ്മകാര്യ പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ മാറിത്തുടങ്ങും. ഇവർ ദോഷശാന്തിക്കായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോക്കേണ്ട നക്ഷത്ര ജാതകർ ഉത്രം നക്ഷത്ര ജാതകരാണ്. പലവിധ ആപത്തുകളും ഇവരിൽ നിന്ന് വിട്ടൊഴിയും. കോപം വരുമ്പോൾ ശരവാക്കുകൾ പറയുമെങ്കിലും പിന്നീട് ശാന്തനാകുന്ന പ്രകൃതക്കാരാണിവർ. പൊതുവെ സുഖ അനുഭവങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും. കർമ്മമണ്ഡലം മെച്ചപ്പെടും. സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ ഈ സമയത്ത് നടത്താതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയമാണ്. പാലിലും പാൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല കച്ചവടം കിട്ടും. ആഭരണ കച്ചവടക്കാർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല കാലമാണ്. വാദബന്ധിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം. പല ദുഃഖ അനുഭവങ്ങളും മാറിത്തുടങ്ങും. ബന്ധനാവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാനും സാധ്യതയുണ്ട്. പുതിയ തൊഴിലിനായിട്ട് ശ്രമിക്കുന്നവർക്ക് ഫലം കാണും. വിദേശത്ത് ജോലിയുള്ളവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ധാര കഴിക്കുകയും ഭഗവതിക്ക് ഐക്യമന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് അനിഴം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. യാത്രകളിലെ ക്ലേശങ്ങൾ വിട്ടൊഴിയും. സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ ശുഭമായിട്ട് പര്യവസാനിക്കുകയും ചെയ്യും. സംസാരത്തിൽ എപ്പോഴും നിയന്ത്രണം പാലിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ ശത്രുതകൾ ഒഴിവാകും. പലവിധ രോഗാരിഷ്ഠതകളിൽ നിന്നും മോചനം പ്രതീക്ഷിക്കാം. ചില കാര്യങ്ങളിൽ ശസ്ത്രക്രിയ വേണമെങ്കിൽ അത് നടത്തുന്നതിൽ തെറ്റില്ല. പല പ്രകാരത്തിലുള്ള ദുഃഖ അനുഭവങ്ങളും മാറിത്തുടങ്ങും. കാര്യതടസ്സങ്ങൾ വിട്ടൊഴിയും. സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ചെറിയ ചെറിയ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. എല്ലാവിധ സുഖസൗകര്യങ്ങളും ഭവനത്തിലുള്ളവർക്ക് വേണ്ടി നേടിയെടുക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ അവസരങ്ങൾ ഉണ്ട്. മനോദുഃഖം കുറഞ്ഞു തുടങ്ങും. ഭാര്യാഭർത്താക്കന്മാർ വേറിട്ട് താമസിക്കുകയാണെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് താമസിക്കാൻ മനസ്സ് ഉണ്ടാകും. സഹായികളോടും സഹോദരങ്ങളോടും കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ സാധിക്കും. അടുക്കളയിൽ അഗ്നിബാധ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. സഹപ്രവർത്തകർ തമ്മിലുള്ള തർക്കങ്ങളിലൊന്നും ഏർപ്പെടരുത്. ഒരു കാര്യത്തിലുള്ള ജാമ്യവും നിൽക്കരുത്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇവർ ദോഷശാന്തിക്കായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പൂരാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പൂരാടം നക്ഷത്ര ജാതകർക്ക് ശുക്രൻ്റെയും കുജൻ്റെയും ഒരു അനുഗ്രഹം ലഭിക്കുന്നത് കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ സാധിക്കും. ധനലാഭങ്ങൾ 10 ഇരട്ടിയായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. വരും കാലഘട്ടത്തിൽ ചിലവുകളും നിയന്ത്രണ വിധേയമായിരിക്കും. ശത്രുക്കളുടെ ശക്തി കുറയും. വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാകും. വ്രണങ്ങൾ, ത്വക്കുരോഗം, വായുബന്ധിയായ അസുഖങ്ങൾ ഇവ ശ്രദ്ധിക്കുക. മനസ്സ് എപ്പോഴും സ്വസ്ഥമായിരിക്കും. അപമാന ശ്രവണ സാധ്യതയുള്ളതിനാൽ
ചില മോശപ്പെട്ട സുഹൃത്ത് ബന്ധങ്ങൾ ഒഴിവാക്കി വെക്കുക. വീട്ടിൽ കലഹ അന്തരീക്ഷം കുറഞ്ഞു തുടങ്ങും. ഭവനത്തിലേക്കൊരു നാൽക്കാലിയെ വാങ്ങാൻ അവസരമുണ്ട്. മക്കളെ കൊണ്ട് സമാധാനം ഇരട്ടിയായിട്ട് ലഭിക്കും. പുതിയ വീട് വെക്കുന്നതിനും വാങ്ങുന്നതിനും പറ്റിയ സമയമാണ്. സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ നിമിത്തം ഉള്ള ഉപദ്രവ സാധ്യതകൾ കുറഞ്ഞു തുടങ്ങും. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പൊതുപ്രവർത്തകർക്ക് അംഗീകാരങ്ങൾ ലഭിച്ചു തുടങ്ങും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. അവരുടെ സഹായ സഹകരണങ്ങൾ എപ്പോഴും ലഭിക്കും. സ്നേഹിതരോട് വരും ദിവസങ്ങളിൽ കലഹിക്കാതെ ശ്രദ്ധിക്കണം.